ഹായ് മക്കൾസ്, വെൽക്കം ടു എജുപോർട്ട്. എല്ലാ മക്കൾക്കും എജുപോർട്ടിലേക്ക് സ്വാഗതം. മക്കളെ, നമ്മുടെ ചാനലിനെ പറ്റിയിട്ടൊക്കെ തുരുതുരാ എല്ലാവരും അടിപൊളിയിൽ പറയുന്നുണ്ട്. എല്ലാ മക്കൾക്കും നമ്മുടെ ഓരോ ലൈവ് ക്ലാസ്സുകളും അല്ലെങ്കിൽ ഓരോ രാവിലെ ലൈവ് തരുന്നുണ്ട്, രാത്രി ലൈവ് ക്ലാസ്സുകൾ തരുന്നുണ്ട്. എൻ്റെ മക്കൾക്ക് അതൊക്കെ ഉപകാരപ്പെട്ടു. ഇന്നത്തെ എക്സാം കഴിഞ്ഞപ്പോൾ ഒരുപാട് എന്റെ പൊന്നു മക്കൾ എന്ത് ചെയ്യുന്നുണ്ട്, മെസ്സേജ് അയക്കുന്നുണ്ട്, എനിക്കും അയക്കുന്നുണ്ട്, ആയിഷ മിസ്സിനൊക്കെ അയക്കുന്നുണ്ട്. അങ്ങനെ അയച്ച് ഞങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കി കുട്ടികൾക്ക് ഇത് കൊടുത്തേ മതിയാവുള്ളൂ. അപ്പൊ അതിൽ കുറെ കുട്ടികൾ ചോദിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്, സാറേ ഈ ക്വസ്റ്റ്യന്റെ ഒക്കെ ഞങ്ങൾക്ക് ആൻസർ കൂടി പറഞ്ഞു തരാമെന്ന്. അപ്പൊ നമ്മൾ എല്ലാത്തിന്റെ ആൻസർ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, കാരണം ഇത് കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് എല്ലാത്തിന്റെ ആൻസർ ഇങ്ങനെ ജസ്റ്റ് തൊട്ടില്ല എന്നുള്ള രീതിയിൽ നമുക്ക് ഇങ്ങനെ പോവാം. പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ മക്കൾക്ക്? നമുക്ക് എന്ത് ചെയ്യാം, എല്ലാത്തിന്റെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ആൻസർ നമ്മൾ ഓൾറെഡി നമ്മൾ ലൈവിൽ പറഞ്ഞതാണ്, നമ്മളെ ക്ലാസ്സിലൊക്കെ നമ്മൾ എന്ത് ചെയ്യാൻ സെറ്റ് ആക്കിയതാണ്, വീഡിയോസിലൂടെ ഒക്കെ പറഞ്ഞതാണ്. നോക്കാം മക്കളെ. അപ്പൊ നമ്മൾ ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ മക്കൾക്കൊക്കെ ഡൗട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് നമ്മൾ എന്ത് ചെയ്യാൻ ചെയ്തു പോവാം. ചിലതിന്റെ ഒക്കെ എന്തായാലും ആവശ്യമില്ല, നിങ്ങൾക്കും അറിയാം, എല്ലാവർക്കും അറിയുന്ന കുറച്ച് ആൻസേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, നോക്കണില്ല എന്ന് വിചാരിക്കാം. ഓക്കെ മക്കളെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നോക്കാം. നമ്മൾ ആദ്യം തന്നെ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഏതായിരുന്നു, നമ്മൾ ഡൽഹിയിലെയും അതുപോലെ തന്നെ അല്ലെങ്കിൽ ഡൽഹി എംപയറിനെയും മറാത്ത എംപയറിനെ പറ്റിയിട്ടാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇതിന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ ആക്ടിവിറ്റി 1 ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ബൈ വിച്ച് നെയിം ഈസ് ദ പീരീഡ് ബിറ്റ്വീൻ 8th സെഞ്ചുറി ആൻഡ് 18th സെഞ്ചുറി. ഈ ഒരു പീരീഡിനെ വിളിക്കുന്ന പേരെന്താണ്? നമ്മുടെ ഈ ചാപ്റ്ററിന്റെ പേരെന്നെ എന്താണ്, മിഡീവൽ ഇന്ത്യ എന്നല്ലേ. അതുകൊണ്ട് തന്നെ മക്കളെ, ഓപ്ഷൻ സി ആണ് ഈ ഒരു പീരീഡിനെ വിളിക്കുന്നത്. ഏതാണ്? ഓപ്ഷൻ സി ആണ്. ഏതാണ്? മിഡീവൽ പീരീഡ് എന്നാണ്. ഇതെല്ലാവരും ശരിയാക്കിയിട്ടുണ്ടെന്ന് അറിയാം, കാരണം ഈ ചാപ്റ്ററിന്റെ പേരിനെ മിഡീവൽ ഇന്ത്യ എന്നാണ്. അപ്പൊ ഡൽഹി, മറാത്ത ഇതൊക്കെ എന്ത് അതിൽ പറയുന്നുണ്ട്, ചോള ഡൈനാസ്റ്റിയെ പറ്റി പറയുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ വിജയനഗരത്തിനെ പറ്റി പറയുന്നുണ്ട്, ഒക്കെ ഇതിൽ പറയുന്നത്. അപ്പൊ ഇതൊക്കെ ഏത് പീരീഡ് ആണ്? മിഡീവൽ പീരീഡ് ആണ്. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ അതെന്ത് ചെയ്യുക, അത് നോട്ട് ചെയ്ത് വെക്കുക. അതാണ് നമ്മുടെ 8th സെഞ്ചുറി ആൻഡ് 18th സെഞ്ചുറിയെ അറിയപ്പെടുന്നതാണ് അല്ലെങ്കിൽ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ അറിയപ്പെടുന്ന പേര് മിഡീവൽ പീരീഡ് എന്നാണ്. ഇനി അതിൽ തന്നെ നമ്മുടെ ആക്ടിവിറ്റി 1 പാർട്ട് ബി, ആക്ടിവിറ്റി 1 എ ക്വസ്റ്റ്യൻ ഉണ്ട്, ബി ക്വസ്റ്റ്യൻ ഉണ്ട്. അതിലെ ബി ക്വസ്റ്റ്യൻ ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ജോഗ്രഫിക്കൽ കാര്യങ്ങളെ പറ്റിയിട്ട്. എവിടുത്തെ? ഡൽഹിയിലെയും മറാത്തയിലെയും ജോഗ്രഫിക്കൽ കാര്യങ്ങളെ പറ്റിയിട്ടാണ്. അപ്പൊ നമ്മൾ അതിൽ നോക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് മക്കളെ, പ്രധാനപ്പെട്ട കാര്യമാണ്. ഓക്കെ, അതിൽ ഒന്നാമത്തെ കാര്യം നമ്മൾ പറയുന്നത്, അവിടുത്തെ ഇവിടെ കുറെ സംഭവങ്ങളൊക്കെ തന്നിട്ടില്ല. യമുന റിവർ തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ അവിടെ കുറച്ച് റിവറുകൾ തന്നിട്ടുണ്ട്. അപ്പൊ ഇതിൽ മനസ്സിലാക്കേണ്ടത് ഡൽഹിയിലെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇതെന്ന് പറയുന്നത് ഈ യമുന. അവിടുത്തെ വാട്ടർ റിസോഴ്സസ് അല്ലെങ്കിൽ അവിടുത്തെ അവർ വെള്ളമൊക്കെ വാങ്ങിയിരുന്നത് അല്ലെങ്കിൽ വെള്ളമൊക്കെ എടുത്തിരുന്നത് എവിടെ നിന്നാണ്? യമുന റിവറിൽ നിന്നാണെന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ അവർക്ക് ഫോർട്ടിഫിക്കേഷൻ ഉണ്ട്. എന്താണ് മക്കളെ ഫോർട്ടിഫിക്കേഷൻ? ഡിഫൻസ് ചെയ്യാൻ, എതിരാളികളെ ഡിഫൻസ് ചെയ്യാൻ അതിനൊക്കെ അവർ കോട്ടകളൊക്കെ പണിതിരുന്നു. രാജാക്കന്മാര് കോട്ടകളൊക്കെ പണിതിരുന്നു. അതിലൊരു എക്സാമ്പിൾ ആണ് കുത്തബ് മിനാർ. അപ്പൊ അതൊക്കെ എന്താണ്, ഒരു ജോഗ്രഫിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണെന്ന് പറയാം. എന്നാൽ മറാത്തയിൽ ഉണ്ടായിരുന്ന സംഭവം ഏതാണ്? മറാത്തയിൽ ഉണ്ടായിരുന്ന സംഭവമാണ് വെസ്റ്റേൺ ഘട്ട്. എന്താണ് മക്കളെ വെസ്റ്റേൺ ഘട്ട് അല്ലെങ്കിൽ പശ്ചിമഘട്ടം എന്ന് പറയും. പശ്ചിമഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതി തന്നെ തരുന്ന നാച്ചുറൽ ഡിഫൻസ് ആണ്. എന്ന് വെച്ചാൽ പ്രതിരോധിക്കാനുള്ള മലകളില്ലേ, മൗണ്ടെയിൻസ് ഇല്ലേ, അത് തന്നെയാണ് എന്തെന്ന് പറയുന്നത്, പശ്ചിമഘട്ടം എന്ന് പറയുന്നത്. പശ്ചിമഘട്ടം അല്ലെങ്കിൽ വെസ്റ്റേൺ ഘട്ട് എന്നൊക്കെ പറയും. അപ്പൊ ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്നത്, അവിടുത്തെ കാര്യങ്ങൾ. അതുപോലെ തന്നെ മറാത്ത സിറ്റുവേറ്റ് ചെയ്യുന്ന ലൊക്കേഷൻ എന്ന് പറയുന്നത് ഡെക്കാൻ പ്ലാറ്റിയിലാണ് അല്ലെങ്കിൽ ഡെക്കാൻ പീഠഭൂമിയിലാണ്. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇൻ ദി 18th സെഞ്ചുറി. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി നോക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ സി ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. നമ്മുടെ ഒന്നാമത്തെ ആക്ടിവിറ്റിയിൽ സി ക്വസ്റ്റ്യൻ ആണ്. ഇൻ ദി 8th സെഞ്ചുറി അല്ലെങ്കിൽ 8th CE ഡ്യൂറിംഗ് ദി റെയിൻ ഓഫ് വിച്ച് ഡൈനാസ്റ്റി ഡിഡ് ഡൽഹി ബിക്കം ദി സെന്റർ ഓഫ് പവർ. ഏതായിരുന്നു മക്കളെ? ഏതായിരിക്കും ഡൈനാസ്റ്റി? ഓപ്ഷൻ സി ആണ്. ഏതാണ്? ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ആണെന്ന് പഠിച്ചു വെക്കണം മക്കളെ. പിന്നെ അടുത്തത് ആക്ടിവിറ്റി 2 ആണ് വരുന്നത്. ആക്ടിവിറ്റി 2 ചോദിക്കുന്നത് നമ്മുടെ ആയിഷ മിസ് എടുത്ത ഭാഗമാണ് അല്ലെ. ആയിഷ മിസ് എടുത്ത് പക്കായിട്ട് നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടെന്ന് അറിയാം. എന്ന് വെച്ചാൽ കേരളത്തിലെ ഫിസിയോഗ്രഫിയിൽ ഭയങ്കര നല്ല അടിപൊളി സോയിലാണ്, കാര്യങ്ങളാണ്, അഗ്രികൾച്ചർ ഒക്കെ അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എ പാർട്ടിലെ ക്വസ്റ്റ്യൻ ആണ്, റൈറ്റ് ഡൗൺ ബെനിഫിറ്റ്സ് ഓഫ് എവറി ഫാമിലി കൾട്ടിവേറ്റിംഗ് വെജിറ്റബിൾസ് ഫോർ ദയർ നീഡ്സ്. നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി എല്ലാ കുടുംബങ്ങളും അവനവൻ്റെ വീട്ടിൽ എന്ത് ചെയ്തോളൂ, കൃഷി ചെയ്താലുള്ള ബെനഫിറ്റുകൾ, നേട്ടങ്ങൾ എന്തൊക്കെയാണ് ആലോചിച്ച് നോക്കുക. ഒന്ന് ആലോചിച്ച് നോക്കുക. ഞാൻ എൻ്റെ വീട്ടിൽ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് മക്കളെ ഗുണങ്ങൾ? എന്തൊക്കെയാണ് ഉണ്ടായിരിക്കുക? ഗുണങ്ങൾ ഒരുപാടുണ്ട് സാറേ. എന്തൊക്കെയാണ് ഗുണങ്ങൾ? ഒന്ന് ആലോചിച്ച് നോക്കാം മക്കളെ. ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്നെന്തായിരിക്കും? സാധനങ്ങൾ ഫ്രഷ് ആയിരിക്കും അല്ലെ. സാധനങ്ങൾ
സാധനങ്ങൾ ഫ്രഷ് സാധനങ്ങൾ കിട്ടും. അടിപൊളിയല്ലേ? സാധനങ്ങൾ ഫ്രഷ് കിട്ടും. പിന്നെ കോസ്റ്റ് ലാഭിച്ചുവിടറ, പൈസ ലാഭിച്ചുവിട. നമ്മൾ ഉണ്ടാക്കുന്ന സാധനമാണ്, പൈസ ലാഭിക്കാൻ പറ്റും. അതുപോലെ തന്നെ എന്താണ്, എൻകറേജ് ഫിസിക്കൽ ആക്ടിവിറ്റീസ്. നമ്മുടെ ഫിസിക്കലായിട്ട് ഭൗതികമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും നമ്മളിങ്ങനെ പണിയെടുക്കാൻ തുടങ്ങും. നമ്മളെപ്പോഴും വെള്ളം ഒഴിച്ചു കൊടുക്കാൻ തുടങ്ങും, നമ്മൾ അതിന് വളമിട്ട് കൊടുക്കാൻ തുടങ്ങും. അങ്ങനെ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഒക്കെ നമ്മൾ എന്തായിരിക്കും പ്രോത്സാഹിപ്പിക്കാൻ തുടങ്ങും. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു ഭാഗമാണ് നമ്മൾ പറഞ്ഞ കോസ്റ്റിംഗ് ഇത് പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ വൈറ്റമിൻസും മിനറൽസും നമുക്ക് പ്രൊവൈഡ് ചെയ്യും. നമുക്ക് നല്ല വൈറ്റമിൻസ് കിട്ടും. കാരണം മറ്റേതെന്താണ്, പുറത്തുനിന്ന് വാങ്ങുന്ന പച്ചക്കറികളൊക്കെ എങ്ങനെയുള്ളതാണടാ? പുറത്തുനിന്ന് വാങ്ങുന്നത് പല മാരക വിഷാംശങ്ങളൊക്കെ നേരിട്ടതല്ലേ. പക്ഷെ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല പച്ചക്കറി കിട്ടും. അതുപോലെ തന്നെ പിന്നെന്തൊക്കെയാണ്, കോസ്റ്റ്, പൈസ ലാഭിക്കാം അല്ലെ, ഒരുപാട് പൈസ ലാഭിക്കാം. മറ്റേന്താ, ഇടക്ക് പറയും തക്കാളിക്ക് നല്ല വില കൂടുതൽ. എന്താ ചെയ്യാ, നമ്മൾ വാങ്ങേണ്ടി വരൂലേ. പക്ഷെ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടെങ്കിൽ തക്കാളിക്ക് വില കൂടിയാലും പ്രശ്നമില്ല, കുറഞ്ഞാലും പ്രശ്നമില്ല നമുക്ക്. ഓക്കെ, അത് കിട്ടി. പിന്നെ അതുപോലെ തന്നെ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡസ് നോട്ട് ബിലോങ് ടു ദി എയിം ഓഫ് ദി സ്റ്റേറ്റ് ഹോറികൾച്ചർ മിഷൻ. ഹോറികൾച്ചർ മിഷന്റെ ഭാഗമായിട്ടുള്ളത് അല്ലാത്തത് ഏതാണെന്ന് നോക്കിയാൽ ഏതാണ്? റബ്ബർ കൾട്ടിവേഷൻ. ഓപ്ഷൻ സി റബ്ബർ കൾട്ടിവേഷൻ എന്ന് പഠിച്ചു വെക്കാം. ഇനി നമ്മളെ മൂന്നാമത്തെ എന്ത് ചെയ്യുക? മൂന്നാമത്തെ ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്നതാണ് അല്ലെ, കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാണ്, അറിയുന്ന സംഭവങ്ങളാണ്. ഏതാണ് ഇതിൽ മൂന്നാമത്തെ ആക്ടിവിറ്റിയില് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. ഇത് 4 സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ 3 ശരിയാണ്, 1 തെറ്റാണെന്ന് പറഞ്ഞത്. മക്കളെ, ഏതാണ് തെറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓപ്ഷൻ ഏതാണ്? സി ആണ്. ഓക്കെ, ഏതാണ്? ഓപ്ഷൻ സി ആണ്. എന്തെന്ന് പറയുന്നത്? ഓപ്ഷൻ സി ആണ് നമുക്ക് തെറ്റായിട്ടുള്ളത് എന്ന് പറയുന്നത്. ഏതാണ്? 3-ൽ. ഇനി ബി എന്താണ്? അതിനെപ്പറ്റി പ്രിപ്പയർ ഷോർട്ട് നോട്ട് സർക്കംസ്റ്റൻസ് എക്സ്പാൻഷൻ ഓഫ് ചോള ഡൈനാസ്റ്റിയെ പറ്റിയിട്ട് എഴുതണം. അപ്പൊ ചോള രാജാക്കന്മാർ കുറെ കൃഷിയെ എന്ത് ചെയ്തിട്ടുണ്ട്? അനുകൂലിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കണം. കൃഷിക്കുള്ള അല്ലെങ്കിൽ അഗ്രികൾച്ചറിന് വേണ്ടിയിട്ട് ചോള ഡൈനാസ്റ്റികൾ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇത് കണ്ടിട്ടില്ലേ മക്കളെ? നിങ്ങൾ ഒരു വീല് കണ്ടിട്ടില്ല? ഇങ്ങനെ ചവിട്ടിയിട്ട് നമ്മൾ വെള്ളം നിറക്കുന്ന കാര്യങ്ങളൊക്കെ അതൊക്കെ ആര് കൊടുത്തതാണ്? നമ്മളെ ചോള ഡൈനാസ്റ്റി കൊടുത്താണ്. ചോള ഡൈനാസ്റ്റി ചെയ്ത കാര്യങ്ങളാണ് ഇതൊക്കെ എന്ന് മനസ്സിലാക്കി കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, നെക്സ്റ്റ് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ആക്ടിവിറ്റി 5 ആണ്. 5-ൽ എന്താണ്? 5-ലും ഇതേപോലെ തന്നിട്ടുള്ളത് ബിലോ ആർ ദി സ്റ്റേറ്റ്മെന്റ് റിലേറ്റഡ് ടു ദി സോഷ്യൽ ലൈഫ് ആൻഡ് ഇന്ത്യ ഡ്യൂറിംഗ് ദി മുഗൾ പീരീഡ്. ഫൈൻഡ് ഔട്ട് ദി റൈറ്റ് ദി കറക്റ്റ് വൺ. കറക്റ്റ് വൺ ഏതാണെന്ന് നോക്കാനാണ് മക്കളെ. ഏതായിരിക്കും? 5-ൽ എ ആണ് കറക്റ്റ്. കാരണം എന്താ? സോഷ്യൽ സ്റ്റാറ്റസ് വാസ് നോട്ട് ഡിറ്റർമൈൻഡ് ഓൺ ദി ബേസിസ് ഓഫ് കാസ്റ്റ്, ഓക്കുപേഷൻ ആൻഡ് വെൽത്ത്. അവിടെ എന്തുണ്ടായിരുന്നു? ഒരു സോഷ്യലായിട്ടുള്ള അല്ലെങ്കിൽ സോഷ്യലായിട്ട് എന്തുണ്ടായിരുന്നു? ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ സോഷ്യലായിട്ട് എന്തുണ്ടായിരുന്നു മക്കൾ പറയുന്നത്? അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രശ്നം ഉണ്ടായിരുന്നു സോഷ്യലായിട്ട്. എന്ന് വെച്ചാൽ ജാതിയുടെ അടിസ്ഥാനത്തിൽ വലിയവർ താഴ്ന്നവർ എന്നൊക്കെ പറഞ്ഞിട്ട്. അത് എന്തിന്റെ ബേസ് ചെയ്തിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കാസ്റ്റ് ജാതിയെ അടിസ്ഥാനമാക്കിയിട്ടാണ്, ഒക്കുപേഷൻ ജോലിയെ അടിസ്ഥാനമാക്കിയിട്ടാണ്, വെൽത്ത് സമ്പത്തിനെ അടിസ്ഥാനമാക്കിയിട്ടാണ്. അപ്പൊ ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻ എ ആണ്. ഇനി അടുത്തതാണ് ആറാമത്തെ നമ്മൾ വരുന്നത്. ഓക്കെ അല്ലേ? ആറാമത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് സജസ്റ്റ് എനി 2 സ്കീംസ് ഫോർ ദി ഡിസ്പോസൽ ഫോർ വേസ്റ്റ് അറ്റ് ഹോം. നമ്മുടെ വീട്ടിൽ എങ്ങനെ നമുക്ക് ഡിസ്പോസ് ചെയ്യാൻ പറ്റും, എങ്ങനെ നമ്മുടെ വേസ്റ്റുകളൊക്കെ ഡിസ്പോസ് ചെയ്യാനുള്ള ഏതെങ്കിലും 2 സ്കീം പറഞ്ഞു കൊടുക്കാനാണ് പറഞ്ഞത്. ഏതെങ്കിലും 2 സ്കീം പറയാനാണ് പറഞ്ഞത്. 2 സ്കീം ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് നമുക്ക് എന്താ റീസൈക്ലിംഗ് ചെയ്യാം. എന്ത് ചെയ്യാണ്? റീസൈക്ലിംഗ് ചെയ്യാം. അല്ലെങ്കിൽ പിന്നെ അതുപോലെ തന്നെ വേം ഇൻകമ്പോസ്റ്റിങ്ങും അതുപോലെ തന്നെ റീസൈക്ലിംഗ്, സാധനങ്ങളൊക്കെ റീസൈക്ലിംഗ് ചെയ്യാനുള്ള മെത്തേഡുകൾ ഉപയോഗിക്കുക. അതുപോലെ തന്നെ വേം ഇമ്പോസ്റ്റിങ്ങും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയതാണ്. പിന്നെ അതിൽ ഓപ്ഷൻ ബി ആണ്, ഒരു പ്ലക്കാർഡ് തയ്യാറാക്കാനാണ് വന്നിട്ടുള്ളത്. ഒരു പോസ്റ്റർ തയ്യാറാക്കാൻ എന്തിനു വേണ്ടിയിട്ട്? നമ്മുടെ പ്രിപ്പയർ എ പോസ്റ്റർ ടു ക്രിയേറ്റ് അവയർനെസ് എമംഗ് ദി പീപ്പിൾ ഓൺ വേസ്റ്റ് മാനേജ്മെന്റ്. നമ്മുടെ വേസ്റ്റ് ഒക്കെ പുറത്തിടുന്നതിനെ പറ്റിയിട്ടും അല്ലെങ്കിൽ നമ്മുടെ ഹെൽത്ത് ഉഷാറാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ നമ്മൾ എന്ത് പറഞ്ഞെടുക്കുക? ഒരു പോസ്റ്റർ ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എത്ര പോസ്റ്ററാണ്? ഒരു പോസ്റ്ററാണ്. പ്രിപ്പയർ എ പോസ്റ്റർ ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് എന്ത് പറയാം? സ്റ്റേ ഗ്രീൻ, അങ്ങനെ വേണമെങ്കിൽ പറയല്ലേ. ഇങ്ങനത്തെ ഇതൊക്കെ കൊടുക്കാം. സ്റ്റേ ഗ്രീൻ എന്നുവെച്ചാൽ പച്ച നിറഞ്ഞു നിൽക്കട്ടെ, സ്റ്റേ ഗ്രീൻ. പിന്നെ അതുപോലെ തന്നെ എന്ത് കൂടി കൊടുക്കാം? സ്റ്റേ ഹെൽത്തി. സ്റ്റേ ഗ്രീൻ, സ്റ്റേ ഹെൽത്തി. ഇതും വേണമെങ്കിൽ എന്താ ചെയ്യുക? നമുക്കിതൊരു പോസ്റ്ററായിട്ട് കൊടുക്കാം അല്ലേ? എപ്പോഴും എന്താണ്? പച്ച നിറഞ്ഞു നിൽക്കട്ടെ, നമുക്ക് എന്ത് നിൽക്കട്ടെ? ഹെൽത്തിയും നിറഞ്ഞു നിൽക്കട്ടെ എന്ന് മനസ്സിലാക്കാം. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി നമ്മുടെ 7-ാമത്തേലേക്ക് വരാം. 7-ാമത്തെ എന്താണ്? 7-ാമത്തേതിലേക്ക് നേരെ എന്ത് വരാം? അനലൈസ് ദി ഗിവൻ ടേബിൾ നോട്ട് ഓൺ ഡിഫറൻസ് ബിറ്റ്വീൻ ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ എന്ത് ചെയ്യാൻ? ഡിഫറൻസസ് എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയായിരിക്കും മക്കളെ ഡിഫറൻസസ് എന്ന് പറഞ്ഞാൽ? ഗുഡ്സ് എന്ന് പറയുന്നത് എന്താണ്? ഗുഡ്സ് എപ്പോഴും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടച്ച് ചെയ്യാൻ പറ്റൂലേ? ടാഞ്ചിബിൾ ആണ്, തൊടാൻ പറ്റും.
ഗുഡ്സ് എന്ന് പറയുന്നത് എന്താണ് പറഞ്ഞത്, നമുക്ക് ടാഞ്ചിബിൾ ആണെന്ന് പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ വിസിബിൾ അല്ല മക്കളെ, എന്തായാലും സാധനങ്ങൾ കണ്ടുകൂടെ, നമുക്ക് സാധനങ്ങൾ എപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. അതുപോലെ തന്നെ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുകയാണ് എന്താണ്, ക്യാൻ ബി സ്റ്റോർഡ്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സൂക്ഷിച്ചു വെക്കാനും പറ്റിയത്. അപ്പൊ ഗുഡ്സ് എന്തൊക്കെ ചെയ്യാൻ പറ്റും, നമുക്ക് ടാഞ്ചിബിൾ ആണെന്ന് വെച്ചാൽ തൊടാൻ പറ്റും. അതുപോലെ തന്നെ പിന്നെ എന്താണ് പറയുന്നത് മക്കളെ, നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും, അല്ലെങ്കിൽ സൂക്ഷിച്ചു വെക്കാൻ പറ്റും. അതുപോലെ തന്നെ പിന്നെ നമ്മൾ പറഞ്ഞ പിന്നെ മറ്റൊരു കാര്യമാണ് നമ്മൾ പറയുന്നത്, എന്തായിരുന്നു, വിസിബിൾ ആയിരിക്കും. എന്തായിരിക്കും, വിസിബിൾ ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതെന്ത് ചെയ്യും, ഓർത്ത് വെക്കുക. പിന്നെ സർവീസോ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്, തൊടാൻ പറ്റൂല, സൂക്ഷിച്ചു വെക്കാൻ പറ്റൂല, പിന്നെ അതുപോലെ തന്നെ കാണാൻ പറ്റോ ഇല്ല. എന്താണ് ഇതെന്ന് പറഞ്ഞാൽ, സർവീസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ ക്ലാസ് എടുത്ത സംഭവങ്ങൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ അവിടെ നിന്നിട്ട് തൊടാൻ പറ്റുന്നുണ്ട് ഇല്ല, അങ്ങനത്തെ കുറെ സംഭവങ്ങൾ സർവീസസ് കുറെ ഉണ്ട്. ഇപ്പൊ ഫാമേഴ്സ്, റൈസ് മില്ല്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്താണ് നമുക്ക് തൊടാൻ പറ്റില്ല, സർവീസസ് ഒന്നും തൊടാൻ പറ്റില്ല. ഓക്കെ, ഇനി ഇത് ഫൈൻഡ് ഔട്ട് ദി ഓഡ് വൺ ഔട്ട്, ഒറ്റപ്പെട്ട വരുത്തിയതാൻ ഏതായിരിക്കും മക്കളെ, ഇതിൽ നമ്മുടെ പോസ്റ്റ് ഓഫീസാണ് കേട്ടോ. ഇതൊക്കെ ഏതാണ്, പോസ്റ്റ് ഓഫീസാണ്. മറ്റേതാണ് പോസ്റ്റ് ബോക്സ്, പോസ്റ്റ് കാർഡ്, പോസ്റ്റ് കവറൊക്കെ എന്താണ് അതിന്റെ മെറ്റീരിയൽസ് ആണ്. പക്ഷേ പോസ്റ്റ് ഓഫീസ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ കൂടിയുള്ള ഒരു മെറ്റീരിയൽ. ഇനി എട്ടാമത്താണ് നമ്മൾ പറയുന്നത് എന്തായിരുന്നു, ദ ഡിഫറൻസ് ടൈപ്പ് ഓഫ് ക്രോപ്സുകൾ കൊടുത്തിട്ടുണ്ട് കേരളത്തിലെ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിൽ കൊടുത്തിട്ടുള്ളത് നമ്മുടെ പിക്ചർ ആൻഡ് ദി ഐഡന്റിഫൈ ദി ലാൻഡ് ടൈപ്പ് ഓഫ് കേരള ആൻഡ് ലിസ്റ്റ് ദി ക്രോപ്സ്. ഏതൊക്കെയാണ്, നമ്മുടെ ഒന്നാമത്തത് ഹൈലാൻഡ്, ഒന്നാമത്തേതാ ഹൈലാൻഡ് ഉണ്ട്. അതുപോലെ തന്നെ പിന്നെ വരുന്ന മിഡ്ലാൻഡ് ഉണ്ട്, ഹൈലാൻഡ് ഉണ്ട്, മിഡ്ലാൻഡ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ വരുന്ന ലോലാൻഡ്. ഇങ്ങനെ 3 ലാൻഡുകളാണല്ലേ, 3 ലാൻഡുകൾ, ഹൈലാൻഡ്, മിഡ്ലാൻഡ്, ലോലാൻഡ്, ഹൈലാൻഡ്, മിഡ്ലാൻഡ്, ലോലാൻഡ്, ഇങ്ങനെ 3 എണ്ണമാണുള്ള. ഇതിലുള്ള 3 കാര്യങ്ങളാണ്. ഇപ്പൊ ഹൈലാൻഡ് എന്ന് വെച്ചാൽ ഉയരപ്രദേശങ്ങളിലാണ് നമ്മുടെ കോഫി, ഞാൻ 2 എണ്ണം ഇത് നിന്നിട്ട കോഫി, ബാക്കി നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഓർത്ത് വെച്ചാൽ മതി. പിന്നെ അതുപോലെ തന്നെ കോഫി, ടീ എന്ത് ചെയ്യുന്നുണ്ട് അതിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ വരുന്നതാണ് നമ്മുടെ ഈ മിഡ്ലാൻഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നല്ല സ്വാഭാവികമായിട്ട് ഹൈപ്രദേശം അല്ലാതെ ഇങ്ങനെ പരന്നെടുക്കുന്ന ഒരു ഭാഗമില്ലേ, അതാണ് ടാപ്പിയോക്ക എന്ന് പറഞ്ഞാൽ എന്താ, കപ്പ അല്ലെ, ടാപ്പിയോക്ക ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് എന്ത് പറയാം, നമുക്ക് റബ്ബർ പറയാം, റബ്ബറൊക്കെ മിഡ്ലാൻഡിലാണ് ഉണ്ടാവുക, റബ്ബർ പറയാം. ഇനി ലോ ലാൻഡിൽ ഉണ്ടാവുന്ന സംഭവമാണ് റൈസ് എന്ന് പറഞ്ഞാൽ നെല്ലുണ്ട്. പിന്നെ അതുപോലെ തന്നെ കോക്കനറ്റ് ട്രീ, ഏതായിരുന്നു, കോക്കനറ്റ് കേട്ടോ, കോക്കനറ്റ്. ഇതാണ് നമ്മുടെ ഈ എക്സാമിന് ചോദിച്ച പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ മക്കളെ, ഓക്കെ അല്ലേ? ഇത്രയാണ് നമുക്ക് ഇതിലുണ്ടായിട്ടുള്ളത്. സിമ്പിൾ എക്സാം ആണ്, വളരെ സിമ്പിൾ എക്സാം ആണ്. ഫസ്റ്റ് 1-2 ചാപ്റ്റർ കുറച്ച് ടൈറ്റ് അല്ലെങ്കിൽ കുറച്ചൊരു ടഫ് നമുക്ക് തോന്നും, പക്ഷെ എന്നാലും സിമ്പിൾ എക്സാം ആണ്. അപ്പൊ മക്കളെ എന്ത് ചെയ്യണം, ഓരോ ദിവസം നമ്മുടെ ലൈവിൽ രാത്രി ഉണ്ടായിരിക്കും, രാവിലെ ഒക്കെ എന്തായിരിക്കും നമ്മുടെ ഈ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ എന്തായിരിക്കണം, സെറ്റ് ആക്കണം, ഹാപ്പി ആക്കണം, അടിപൊളിയാക്കണം. നിങ്ങൾ എല്ലാവരും അടിപൊളി എക്സാം എഴുതിയിട്ടുണ്ടെന്ന് എന്ത് ചെയ്യുക, ഒന്ന് കമന്റ് ചെയ്യുക. ബൈ ബൈ ബൈ.